സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പറഞ്ഞുണ്ടാക്കിയത് സർഫലി കാസർഗോഡുള്ള ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷാജിദ ഷാജി ചില പുതിയ കഥകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. വെറും കഥയല്ല, ഞെട്ടിക്കുന്ന കഥ, ഒരു ആറ്റം ബോംബ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഷാജിദ ഷാജി തന്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു മാല പൊക്കി പിടിച്ച് വന്നിട്ട് എന്റെ നിക്കാഹ് കഴിഞ്ഞു, ഇതാണ് എന്റെ മഹർ, ഇനി ആരും എന്നെ വിധവ എന്നൊന്നും വിളിക്കരുത് എന്നൊക്കെ ആരോടൊക്കെയുള്ള ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോയത്. പിന്നീട് ഷാജിദയുടെ നിക്കാഹിന് ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഇവിടെ നടന്നല്ലോ. ഷാജിദ 26 വയസ്സുള്ള ഒരു പയ്യന്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരാണ് തന്റെ പുതിയ ഭർത്താവ് എന്ന് ഷാജിദ ഇതുവരെയും പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്തായാലും ഷാജിദയുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നതൊന്നുമല്ല. അങ്ങനെയാണ് ഷാജിദ എല്ലാവരും പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. എന്നാൽ ഇപ്പതാ എന്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല, ഞാൻ എല്ലാവരും പറ്റിച്ച് കൂയ് എന്ന് പറഞ്ഞപ്പോ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. സത്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു എന്ന് പറയാനുള്ള സാഹചര്യം എനിക്ക് ഒരുപാട് ശല്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കോൾസും കാര്യങ്ങളും എത്ര പറഞ്ഞിട്ടും മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അവർക്കൊരു പിന്നെ ഒരുപാട് പേര് കല്യാണത്തിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് അതിന് വെക്കണം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ ഇന്റർവ്യൂസിലൊക്കെ പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റർവ്യൂസിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് ഈ ഇങ്ങനെയുള്ള ശല്യങ്ങളും കാരണങ്ങളും കൊണ്ട് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ നിന്നത്. അല്ലത്താത്തേ, നിങ്ങൾക്ക് ഉളുപ്പില്ല ഇങ്ങനെ വന്നിരുന്നു പറയാൻ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ എന്താ ആളെ പറ്റിക്കാണ്? ആദ്യം കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഇപ്പൊ അതാ വന്നിരുന്ന് പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇത് പൊല്ലക്കമ്മൊരു ന്യായീകരണോ? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് വിളിക്കുന്നവരുടെ ശല്യം സഹിക്കാൻ കഴിയാത്തോണ്ടാണ് തന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തത് പോലും. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഷാജിദ പറഞ്ഞ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാൽ ഒരു മിനിറ്റ് വിശ്വസിക്കാൻ വരട്ടെ. ഷാജിദയുടെ ഒരു വോയിസ് ക്ലിപ്പ് സൂഫി സഫർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. സമാധാനത്തിൽ നിങ്ങളെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന സ്വഭാവം എനിക്കില്ല. നിങ്ങളെ പൈസ കണ്ടിട്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങൾ പറയരുത്. ഞാൻ ഇതുവരെ മെഹർ വരെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ഞാൻ അതല്ല ചോദിച്ചത്, നിങ്ങൾ അവിടെ നിന്ന് നാട്ടിലേക്ക് എപ്പോഴാണ് വരിക? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിൽക്കാൻ വെച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ആഗ്രഹമല്ലേ ഇപ്പോൾ പൂർത്തിയാക്കി കൊണ്ടിരിക്കണത്? പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ട് എങ്ങനെയാണെന്ന്? നിക്കാഹ് കഴിച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട് എനിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആൾക്കാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ കല്യാണം കഴിഞ്ഞത് നുണ പറഞ്ഞതാണെന്ന് പറഞ്ഞ ഷാജിദ താത്താന്റെ വോയിസ് ആണ് നമ്മളിപ്പോ കേട്ടത്. മലപ്പുറക്കാരനായിട്ടുള്ള റൌഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ് ഷാജിദ താത്ത ഈ വോയിസ് ക്ലിപ്പ് അയച്ചിട്ടുള്ളത്. ഷാജിദ താത്ത നിക്കാഹ് കഴിക്കാൻ വേണ്ടി ഫുൾ പ്ലാൻഡ് ആയിരുന്നു എന്ന് ഈ വോയിസ് കേട്ടാൽ തന്നെ മനസ്സിലാകും. മെഹറിന്റെ ലോക്കറ്റിൽ എഴുതാൻ വേണ്ടി റൌഫിന്റെ പേരിന്റെ സ്പെല്ലിംഗ് വരെ ചോദിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ നാട്ടിലേക്ക് വരണം, എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണം, പുതിയ വീട് വാങ്ങണം, എന്തൊക്കെ ആഗ്രഹങ്ങളാണല്ലേ താത്തക്ക്. എന്നിട്ടിപ്പോ വന്നിരുന്ന് പറയണം എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, എല്ലാവരോടും നുണ പറഞ്ഞതാണ്. എന്തൊക്കെ കേൾക്കണില്ലേ? കഴിഞ്ഞിട്ടില്ല. ഷാജിദ താത്തന്റെ ഉടായ്പകൾ പുറത്തു വരുന്നതേ ഉള്ളൂ മക്കളെ. ഈ പറയുന്ന റൂഫിന് കഴിയുന്നു 43,500 രൂപ താത്ത വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേഗം നാട്ടിലേക്ക് വരി, എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഷാജിദ പറഞ്ഞത് കേട്ട് വിശ്വസിച്ചാണെന്ന് തോന്നുന്നു ഇയാൾ പൈസ അയച്ചു കൊടുത്തത്. എന്തായാലും ഇപ്പൊ ഷാജിദ റൂഫിന് തേച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിനെ കുറിച്ച് സൂഫി സഫർ എന്ന ചാനൽ വന്ന ഒരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടോക്കാം.
മലപ്പുറത്തുകാരനായ റഹൂഫ് എന്ന് പറയുന്ന സൗദിയിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരാഴ്ചക്ക് മുമ്പ് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഷാജിദ ഷാജി എന്ന് പറയുന്ന പെൺകുട്ടി എൻ്റെ കയ്യിൽ നിന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞ് പണം അപഹരിക്കുകയും ആ പണം കൊണ്ട് വാങ്ങിച്ച മഹറാണ് ഇപ്പോൾ മറ്റാരോ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് എന്നെ കബളിപ്പിച്ചെന്നും ഇപ്പോൾ വേറൊരാളെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായും പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനുമായി ബന്ധപ്പെട്ടത്. ഓൻ്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്, കണ്ടില്ല, ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. അങ്ങനെ അവസാനം പ്ലേ ചെയ്ത വോയിസ് ക്ലിപ്പ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. അത് റൌഫിന് ഷാജിദ അയച്ചതാണ്. ഓന്റെ കൂടെയാണ് ഞാൻ പോയത്, ഓനെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ ഷാജിദ പറയുന്നുണ്ട് അല്ലെ. ആ ഓൻ ആരാണെന്ന് മനസ്സിലായോ? ആ ഓനാണ് മറ്റേ കാസർഗോഡുള്ള 26 വയസ്സുള്ള പയ്യൻ, പേര് ഷറഫ് അലി. അവന്റെ കൂടെ കറങ്ങാൻ പോയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെയാണ് നേരത്തെ പ്രചരിച്ചിരുന്നത്. അവരെയാണ് ഷാജിദ നിക്കാഹ് ചെയ്തതെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. അത് സത്യമാണോ അല്ലോ എന്നതിൽ ഒരു വ്യക്തത ഷാജിദ നൽകിയിട്ടില്ലായിരുന്നു. പകരം അവർ വന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും, എന്നെക്കാളും പ്രായം കുറഞ്ഞ ആളെ കിട്ടിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ആയിരുന്നു അല്ലെ. ഇത് കേട്ടപ്പോ ഈ പറയുന്ന ചെക്കൻ ഷറഫ് അലി തന്നെയാണെന്ന് എല്ലാവരും ഉറപ്പിച്ച്. ഇതിന്റെയൊക്കെ എല്ലാം ഇടയിൽ റഹൂഫ് എന്നൊരു കഥാപാത്രം ഉണ്ടായിരുന്നത് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയ പെണ്ണു ഇപ്പൊ വേറെ ആരോ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് വോയിസ് അയച്ചതോടെ റഹൂഫ് ബേജാറായി. അങ്ങനെയാണ് സൂഫി സഫർ എന്ന് പറഞ്ഞ ചാനലിനോട് ഇതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് താനും ഷാജിദയും തമ്മിലുള്ള വോയിസ് ക്ലിപ്പുകൾ അയാൾ അയച്ചു കൊടുക്കുന്നത്. ഈ സൂഫി സഫർകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വോയിസ് ക്ലിപ്പ് എല്ലാം കേട്ടതിന് ശേഷം തനിക്ക് ഷാജിദയുടെ ഭാഗം അറിയാൻ വേണ്ടി അവളെ വിളിച്ചിരുന്നു അത്രേ. അപ്പൊ ഷാജിദ പറഞ്ഞത് റൌഫിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്, അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് താൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഷറഫ് അലിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് ഷാജിദ താത്ത പറയുന്നതും കൂടി കണ്ട് നമുക്ക് നിർത്താം. എന്താന്ന് പറയാന്ന് വെച്ചാല്, മെയിനായിട്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ ചെറുക്കൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടില്ല ഇന്നയാളെ. പിന്നെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടി വയനാട്ടിലും ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെ ഞങ്ങൾ കറങ്ങാൻ പോയ സ്ഥലത്ത്, ഒരു ടൂറ് പോലെ പോയ സ്ഥലത്തെ വീഡിയോസ് എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് പേരെടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷാജിദാന്റെ ചെറുക്കൻ, അത് മെയിനായിട്ട് എടുത്തിട്ട് ചാനൽ സൂഫി സഫർ ഇസ്ലാമിക് ചാനൽ ഉണ്ടല്ലോ, അവരാണ് എടുത്തിട്ടത് ഷോർട്ട് വീഡിയോ. അതിന്റെ ഷോർട്ട് എടുത്തിട്ടിട്ട് പറഞ്ഞിട്ടാണ് ചെയ്തത്. കാരണം അതിന്റെ എന്താ പറയാ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന ചെറുക്കനാണ് ഇന്ന സ്ഥലത്താണെന്ന് ഞാൻ ഒരിക്കലും പറയണില്ല. കാരണം പറയേണ്ട അങ്ങനെ ആ യൂട്യൂബിൽ നമ്മൾ ഷോർട്സ് ഇട്ടതിലത്തെ ചെറുക്കനാണ്, അതിൽ കാണുന്ന ആളാണ് ഞാൻ കല്യാണം കഴിച്ചതെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. വേറെ കുറെ ചാനൽ ആര് എടുത്തിട്ടതാണ്. എൻ്റെ ചെറുക്കൻ ഇപ്പൊ പറഞ്ഞുണ്ടാക്കിയത് ഷറഫ് അലി കാസർഗോഡുള്ള ചെറുക്കനാണ്, അവനാണ് എന്നെ കല്യാണം കഴിച്ചതെന്നാണ്. പക്ഷെ ഞാൻ അവനെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല, അവൻ എൻ്റെ ഫ്രണ്ടാണ്. മെയിനായിട്ട് ഞങ്ങൾ കോഴിക്കോട് മറ്റേ വയനാടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സുകൾ തമ്മിൽ വീഡിയോ എടുക്കണ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇട്ടത്. അല്ലാണ്ട് ഒരിക്കലും ഞാൻ അവനെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഈ ഷറഫ് അലിയും ഷാജിദയും തമ്മിലുള്ള ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോ റൌഫിന് തീരെ ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല. താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വേറൊരു ചെക്കനുമായി കറങ്ങി നടക്കുന്ന ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോ അത് ചോദ്യം ചെയ്തുകൊണ്ട് അയാൾ ഷാജിദയെ വിളിച്ചു കാണണം. അങ്ങനെ അവർ തമ്മിൽ കച്ചറായതാവാം. എന്തായാലും ഇതിന്റെ എല്ലാം ഇടയിൽപ്പെട്ട് നമ്മുടെ ഷാജിദ താത്ത ആകെ കുടുങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒരു ഭാഗത്ത് റൌഫും അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയും, മറുഭാഗത്ത് ഷറഫ് അലി എന്ന് പറയുന്ന 26 വയസ്സുകാരൻ. അപ്പൊ എല്ലാം കൊണ്ടും ആകെ പെട്ടു എന്ന് മനസ്സിലാക്കിയ ഷാജിദ താത്തന്റെ അവസാന നാടകമായിരുന്നു നമ്മൾ ആദ്യം കണ്ടത്. അതായത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല, ആൾക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ കല്യാണം കഴിഞ്ഞതാണെന്ന് നുണ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുള്ള നാടകം. ചിലപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ശരിയായിരിക്കും. പക്ഷെ അതൊക്കെ കല്യാണം കഴിക്കണം എന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. റൌഫിന് അയച്ച വോയിസ് നമ്മൾ കേട്ടതാണല്ലോ. പക്ഷെ അതിന്റെ ഇടയിലാണ് എല്ലാം തകിടം പറഞ്ഞത്. റൌഫും ഷറഫ് അലിയും അവരുടെ പാട്ടിന് പോയെന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും പെട്ടെന്നൊരു കല്യാണം നടക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം ഇപ്പൊ ഈ ഒരു നാടകവുമായി ഇവർ രംഗത്ത് വന്നതെന്ന് തോന്നുന്നു. എന്തോ ഇനി ഏതോ പുതിയ ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. കൂടുതൽ വെളിപ്പെടുത്തലുകൾ അതിലൂടെ പുറത്തുവിടുമെന്നൊക്കെയാണ് താത്ത പറയുന്നത്. എങ്ങോട്ടാണ് ഇതിനെ പോക്കെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ടറിയാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.